FDHന്റെ ഏഴാമത്തെ ടൂളാണ് BOQ ആൻഡ് ക്വാണ്ടിറ്റേറ്റ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എഞ്ചിനീയർ തന്നേക്കുന്ന പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും എഞ്ചിനീയർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും അവർക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ എടുത്ത് കൊടുക്കാൻ നേരത്ത് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത് ഏത് ഫൗണ്ടേഷനാണ്, അതിൻ്റെ ഏതാണ് സോയിൽ ഏതാണ്, അതുപോലുള്ള കാര്യങ്ങൾ, ഡ്രോയിങ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഫ്ലോർ ഷീറ്റ് എത്രയാണ്. ഇപ്പോൾ 3 ഷീറ്റാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ സ്ലാബിന്റെ തിക്നെസ് എത്രയാണ്, ഇതെല്ലാം നമുക്ക് വേരി ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എഞ്ചിനീയറുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവർക്ക് ഏതാണ് വേണ്ടതെന്നുള്ളതെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് വേരിയബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇതെല്ലാം അനലൈസും കാര്യങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക്. അതിനുശേഷം നമ്മളിവിടെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തേക്കുന്ന ആ ഇത് പിക്ക് ചെയ്തേക്കണം. 342 × 362 ബെഡ്റൂം, ഡ്രസ്സിങ്, വർക്ക് ഏരിയ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന അളവാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് 342 × 462 എന്ന് പറയുന്നതാണ് ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡ്രോയിങ്ങിൽ ഒന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഉണ്ടോ 342 × 462. ഇത് നമ്മൾ ചെയ്യണതല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അത് പിക്ക് ചെയ്യണതാണ്. അടുത്ത കിച്ചൺ 504 × 348 എന്നാണ് കൊടുത്തത്. അത് നമുക്ക് നോക്കാം. ഇതുണ്ടോ, കിച്ചൺ 504 × 348. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഫ്ലോർ പ്ലാൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എല്ലാം പിക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അത് കൃത്യമാക്കി പിക്ക് ചെയ്തിട്ട് അതിനകത്ത് കൃത്യമാക്കിയിട്ട് ഫ്ലോർ പ്ലാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന രീതിയിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ ഇരുന്ന് കണക്ക് കൂട്ടുന്നതിന് പകരമായിട്ട് ഈ രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണുള്ളതാണ് അടുത്ത ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു AI ഉപയോഗിച്ച് ചെയ്തേക്കുന്ന ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ഇതാണ്. അത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിപ്പോൾ കൊടുത്തേക്കുന്നത് നമുക്ക് എക്സലിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ജസ്റ്റ് എക്സലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് നമുക്കിത് എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും വരുത്തണമെങ്കിൽ വെക്കാൻ പറ്റും. ഓരോ റൂമിൻ്റെ അളവുകളും പിക്ക് ചെയ്യുകയും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഓരോരോ കാര്യങ്ങൾ വരികയും എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന രീതിയിലേക്കുള്ളതാണ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ എഞ്ചിനീയർക്ക് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതാണ് നമ്മുടെ അടുത്ത ഏഴാമത്തെ ടൂൾ വരുന്നത്.